ഏതാണ്ട് 30-40 വർഷത്തെ യുദ്ധത്തിൻ്റെ ചരിത്രവും കഴിവും പാരമ്പര്യവുമുണ്ട് ഇറാന്. അവർ യുദ്ധങ്ങൾ നേരിട്ടത് ആയുധബലം കൊണ്ട് മാത്രമല്ല, തന്ത്രപ്രധാനമായ അവരുടെ ശക്തികളെയും ഒരു മേഖലയിലെ അസ്ഥിരതയെയും അവർ മുതലാക്കിയാണ് വിജയങ്ങൾ ജയിച്ചത്. ഈ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ അവർ പോരാടുമ്പോഴും അതേ തന്ത്രം തന്നെയാണ് അവർ പയറ്റുന്നത്. ആയുധങ്ങളും സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക സംവിധാനങ്ങളിലും ഇറാന് അമേരിക്കയോടും ഇസ്രയേലിനോടും കിടപിടിക്കാനാവില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് 1/4 നൂറ്റാണ്ടിനപ്പുറം ഇവരുടെ എല്ലാം ഉപരോധങ്ങളെ അതിജീവിക്കണമെങ്കിൽ അതിനോളം കരുത്തുണ്ട് അവരുടെ നിലനിൽപ്പിൻ്റെ അസ്തിത്വത്തിൻ്റെ ചരിത്രത്തിന്. അതേ ആയുധം തന്നെയാണ് അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. സയൻറ്റിഫിക് കില്ലിംഗ് വെപ്പൺസിന് പകരം പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് വെപ്പൺസാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ആ ആയുധം ഫലം കണ്ടതിൻ്റെ ലക്ഷണമാണ് ഇസ്ലാമാബാദിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഡീഎസ്കലേറ്റ് ചെയ്യണം, അതിൻ്റെ ശക്തി കുറയ്ക്കണം, അതിനെ മിതപ്പെടുത്തണം എന്ന് ഉറച്ച തീരുമാനത്തോടെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ ഒരു തന്ത്രപ്രധാനമായ യോഗം നടന്നത്. ആ യോഗത്തിൻ്റെ കാരണങ്ങളിലേക്കും അതിലേക്കും എത്തിച്ചേരുന്നത് തന്നെ ഇറാൻ്റെ ഒരു യുദ്ധതന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നുവെച്ചാൽ ഇറാന് നേർക്കുനേരെ അമേരിക്കയോടും ഇസ്രയേലിനോടും ആക്രമിക്കാനുള്ള ആയുധശേഷിയില്ല, സാമ്പത്തികവുമില്ല. പക്ഷേ ഇവരെ രണ്ടുപേരെക്കാളും ഒരു മേഖല മുഴുവൻ അസ്ഥിരത ഉണ്ടാക്കാൻ, ആ അസ്ഥിരത ലോകത്തിൻ്റെ അസ്ഥിരതയാക്കി മാറ്റാൻ, അതുമൂലമാകുന്ന ഇമ്പാക്റ്റ് അത് വലിയ ഗൗരവമുള്ളതായി മാറ്റാൻ ഇറാന് കഴിയും എന്നുള്ളതാണ് അവരുടെ ഒരു പൊസിഷണൽ അഡ്വാൻറ്റേജ്. ആ പൊസിഷണൽ അഡ്വാൻറ്റേജിനോടൊപ്പം അവരുടെ ഈ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമുറ തന്നെ അതിനോട് ഉചിതമായിരുന്നു. അതുകൊണ്ടാണ് അവരെ അടിക്കുന്ന ഓരോ അടിക്കും അവർ എന്തു ചെയ്യുന്നത്, ആ മേഖലയെ മുഴുവൻ അസ്വസ്ഥമാക്കുന്നത്. ആ മേഖല മുഴുവൻ അസ്വസ്ഥമാക്കുമ്പോഴാണ് പെട്രോൾ ഡോളർ കടന്ന് വീർപ്പ് മുട്ടുന്നത്, ഊർജ പ്രതിസന്ധി രൂക്ഷമാകുന്നത്. എന്ന് മാത്രമല്ല, അവരിലേക്ക് യുദ്ധങ്ങൾ കേന്ദ്രീകരിക്കുമ്പോൾ അവരുടെ പ്രോക്സികളായ ഹൂത്തിയെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും മറ്റ് മിഡിൽ ഈസ്റ്റിലെ വാർഫെയർ ഗ്രൂപ്പുകളെയൊക്കെ ശക്തിപ്പെടുത്തി പല കോർണറുകളിൽ നിന്ന് അവരാക്രമിച്ച് അവിടെയെല്ലാം അസ്ഥിരത സൃഷ്ടിക്കും. ഒടുവിൽ ആ അസ്ഥിരതയ്ക്ക് മുന്നിൽ അവർക്ക് കീഴടങ്ങേണ്ടി വരും. അതിൻ്റെ സൂചനയാണ് ഇസ്ലാമാബാദ് ചർച്ച. അതുകൊണ്ട് ജോർജ് ബുഷ് വന്നാലും ബിൽ ക്ലിൻ്റൺ വന്നാലും ഇനി അതിൻ്റെ അപ്പുറത്തെ പടക്കപ്പൽ വന്നാലും അത് എവിടെ ചലിക്കുന്നുവോ ആ ചലനത്തിൽ യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ മൂട്ടിനു കൂടിയായിരിക്കും എന്ത് സംഭവിച്ചാലും കൊള്ളുക എന്നുള്ളതിൻ്റെ തെളിവാണ് അമേരിക്കയിൽ തെരുവിലിറങ്ങിയ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രകടനം, മുദ്രാവാക്യം. ഇയാൾ ഇംപീച്ച്മെൻറ്റിന് വിധേയമാവുകയും അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായി ഒരുപക്ഷെ ഇംപീച്ച് ചെയ്യപ്പെടുന്ന ഒരു പ്രസിഡൻ്റായി ട്രംപ് മാറുകയും ചെയ്യുമെന്നാണ് പലരും വിലയിരുത്തുന്നത്.